ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തെ ലീവിന് ശേഷം കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് വയ്ക്കുന്ന അവിടുത്തെ ഫോട്ടോ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കഴുകിയിട്ടാണ് വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം അതിനെടുത്തു. പിന്നെ ഞാൻ അടിക്കൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വിളക്ക് വയ്ക്കാൻ നിന്നത്. അപ്പോൾ അങ്ങനെ വിളക്ക് കൊളുത്തി പിന്നെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചന്ദനമൊക്കെ അരച്ചിട്ട് വിളക്കിലൊക്കെ ഇട്ട് നമ്മളെ ഫോട്ടോത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാനും കുറച്ച് ചന്ദനമൊക്കെ അരച്ചിട്ടു, പിന്നെ കുങ്കുമൊക്കെ ഇട്ടു. ഇനി നേരെ പോണത് നമ്മുടെ സ്ഥിരം സ്ഥലമാണല്ലോ, അടുക്കളയ്ക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മോള് ബിരിയാണി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാകുന്നതൊക്കെ എടുത്തിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. പിന്നെ ചായക്ക് കടിയായിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീ കത്തിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് ചുക്കുവെള്ളവും വെച്ചു കേട്ടോ. അപ്പോൾ അത് ചൂടാറണല്ലോ. പിന്നെ ഞാനെന്താ അതൊക്കെ ഏകദേശമായിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പുറത്ത് നോക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ് കേട്ടോ. പിന്നെ അതാ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ അതാ സിറ്റ് ഔട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉജാലക്കുപ്പികളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ നൂൽപുട്ടിനുള്ള പൊടിയാണ് കേട്ടോ, അത് കുഴച്ചെടുക്കുകയാണ്. പിന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണിയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്, തേങ്ങ അരയ്ക്കാത്ത കറിയാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാവ് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കടല വേവിച്ച കുക്കർ കഴുകിയിട്ട് അതിൽ തന്നെ ഇനി നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ ഇഞ്ചിയും ഇതൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് വാട്ടി നമ്മൾ കടല ഒഴിച്ചിട്ട് കറി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബിരിയാണി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അരി ആദ്യം രാവിലെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കറി വയ്ക്കാൻ എടുത്തതെന്ന്. അപ്പം അങ്ങനെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പച്ചക്കറി എല്ലാം അതും ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു കഷ്ണം തക്കാളിയും കൂടി ഇട്ടിട്ട് പിന്നെ ഗ്രീൻ പീസും ഒക്കെ ഇട്ട് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് ഇതാക്കുകയാണ്. അപ്പോൾ ഓരോ അടുപ്പിലും ഓരോ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി അരിഞ്ഞിട്ട് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ അരി ഇട്ടിട്ട് ബിരിയാണി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാല് കൊടുന്നപ്പോൾ അതും കൂടി കാച്ചി വെച്ചു കേട്ടോ. പിന്നെ അത് ആ നൂൽപുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നൂൽപുട്ടിൻ്റെ അച്ചിൽ ഞാൻ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം അതിൽ ഒട്ടി പിടിക്കാതെ കിട്ടും. കുറച്ച് നൂൽപുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 6-7 ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഞാനിതാ വേഗം പീച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കൽ കഴിഞ്ഞ് കുട്ടികളെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവർ വേഗം പോയിട്ടോ. പിന്നെ ഇതാ തറവാട്ടത്തെ കുട്ടികളാണ്, അവൾ വന്നിട്ട് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഡാൻസ് കളിക്കാനുണ്ട് അമ്മൂട്ടി. അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം വാതിലൊക്കെ അടച്ചിട്ട് അടുക്കളയിലേക്ക് വന്നു. ഇനി മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. അത് നോക്കുമ്പോഴാണ് നല്ല വെയിൽ പുറത്ത്. അപ്പോൾ നമ്മൾ മുളക് മോരിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അത് വെയിലത്തിടാൻ പറ്റാറേ ഇല്ല, മഴ ഇങ്ങനെ മൂടി നിന്നിട്ട്. അപ്പോൾ അത് വേഗം വെയിലത്തിട്ടിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനും നിന്നു കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ പാത്രങ്ങൾ ഒരു ലോഡ് പാത്രം കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. പാത്രം കഴുകൽ കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ളത് കുറച്ച് ബിരിയാണിയും പിന്നെ നമ്മുടെ കച്ചമ്പറും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞ് വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി പിന്നെ വേസ്റ്റ് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ആ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ രാവിലെ തൊലി കളഞ്ഞപ്പോൾ ആ പാത്രത്തിലിട്ട് വെച്ചത്, പിന്നെ മൊത്തത്തിൽ അതിൽ തന്നെ ഇട്ട് വെച്ചു. പിന്നെ കയ്യോടെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ, വെള്ളം പോയിട്ടുണ്ടായിരുന്നൊക്കെ വൈപ്പറും കൊണ്ടുവന്ന് എടുത്തിട്ട് പിന്നെ പാത്രം എടുത്തു വയ്ക്കുകയും കൂടി ചെയ്തു. നമ്മൾ പാത്രം വെക്കുന്ന ആ സ്റ്റാൻഡില്ലേ, അതിൻ്റെ അടിയിലൊരു മഞ്ഞ കളറിലൊരു പ്ലേറ്റ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും താഴേക്ക് വിടാതെ ആ പ്ലേറ്റിൽ വന്നിരിക്കും. അപ്പോൾ അത് വേഗം നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ പക്കത്ത് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതും കൂടി ഉണ്ട്, അതുകൊണ്ട് പൂവൊന്നുമില്ല. പിന്നെ അത് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചു വാരി തുടച്ചതാണ്, എന്നാലും ഒന്ന് അടിച്ചു വാരി. പിന്നെ ഈ ചൂലും കൊണ്ടാണ് കേട്ടോ കോരാൻ കിട്ടുള്ളൂ. അപ്പോൾ അതും കൊണ്ട് കോരി. പിന്നെ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് തുണികളുണ്ടായിരുന്നു, ഈ കുട്ടികളുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ ഞാൻ അത് കുറച്ചെടുത്തിട്ട് വെയിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ വന്നിട്ട് വാതിലൊക്കെ അടച്ച് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ അത് അവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മുടെ മണി പ്ലാന്റിന്. അപ്പോൾ അതിനൊരു തുള്ളി വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.